12 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നുള്ളത്. അപ്പോൾ നമ്മൾ ടൈം 9:05. ഇന്ന് ഫുള്ള് ക്ലൗഡി ആണെന്നാണ് കാണിച്ചത്. ഇവിടെ എന്തൊക്കെയോ ഇന്ന് മെയിൻ്റനൻസ് പരിപാടി നടക്കുന്നുണ്ട്. തണുപ്പുണ്ട്. പഠിച്ചാണ് കോട്ടിടണമായിരുന്നല്ലോ. എന്താ വണ്ടി ക്ലീൻ ചെയ്യുന്ന വണ്ടി അതാ. അതായത് മണ്ണ് ക്ലീൻ ചെയ്യുന്നത്. തണുപ്പുണ്ട്. ഇന്ന് മാക്സിമം 16 വരെയാണ് പോവുക. നമുക്ക് ന്യൂസ് കിട്ടുക. ന്യൂസ് ഇന്നലത്തെ മഴയോടുകൂടെ പോയിട്ടുണ്ട്. തന്നെ മന്ത്രിസ്ഥാനത്തു നിന്നും കേന്ദ്ര നേതൃത്വം ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് അഭ്യൂഹങ്ങൾക്കിടയാക്കിയത്. 24 ഡൽഹി. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ CPIയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും കടുംപിടുത്തത്തിന് വഴങ്ങി CPIM. ജയിക്കാൻ കഴിയുന്ന 2 സീറ്റുകളും ഘടകകക്ഷികൾക്ക് വിട്ടു നൽകി. രാജ്യസഭാ സീറ്റ് വിഭജനം മുന്നണി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ് CPIM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. മുന്നണിയിലെ ഒരു പാർട്ടിക്കും UDFിലേക്ക് പോകേണ്ട ഗതികേടില്ലെന്നും EP ജയരാജൻ. ന്യായമായതിൽ മുഖ്യമന്ത്രി ഒഴിയണം എന്നുള്ളൊന്നും ഉണ്ടാവില്ല അല്ലേ? സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനിയർ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും. CPI നേതൃയോഗത്തിലാണ് തീരുമാനം. അതിൽ സൗണ്ട് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ആരെങ്കിലും ഒരു പേര് പറഞ്ഞാൽ ആ പേരല്ല, പല പേരുകളും വരാം, പല പേരും പരിഗണിക്കാം. പാർട്ടി എന്നിട്ട് കൂട്ടായി തീരുമാനിക്കുന്ന പേരാണ് പാർട്ടിയുടെ പേര്. അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പാർട്ടി തീരുമാനത്തിൽ സന്തോഷമെന്നും വലിയ ചുമതലയാണ് വഹിക്കേണ്ടത് എന്നും PP സുനിയർ പ്രതികരിച്ചു. പാർട്ടി
ഏൽപ്പിച്ച പാർട്ടി വലിയൊരു ചുമതലയാണ് ഏൽപ്പിക്കുന്നത്. തീർച്ചയായും പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയത്തെ പിടിച്ച് പാർലമെന്റിൽ പരമാവധി നിർദ്ദേശിച്ച് പ്രവർത്തിക്കും. വളരെ സന്തോഷം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് ഏറെ നിർണായകമായ ചുമതല നിറവേറ്റാനുള്ള സന്ദർഭമാണ്. കുറെ കൂടി അനുകൂലമായ ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ആ പരമാവധി ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രാതിനിധ്യവും കേരളത്തിന് വേണ്ടിയും കൂടുതൽ ഇടപെടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും. ജോസ് കെ മാണി കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകും. വിവരങ്ങളുമായി ഷഫീദ റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ, ഇത്ര വലിയ വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറായത് എന്തുകൊണ്ടാണ്? പല ഘടകങ്ങൾ അതിന് കാരണമായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ആ കനത്ത തോൽവി എന്നുള്ള വിലയിരുത്തൽ മുന്നണിയിലെ പല ഘടകകക്ഷികൾക്കുമുണ്ട്. അതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന CPI തിരുവനന്തപുരം കൗൺസിൽ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി തന്നെ മാറേണ്ട സാഹചര്യമുണ്ടെന്ന വിമർശനമുയർന്നു. സമാനമായിട്ട് മറ്റു ചില ഘടകകക്ഷികൾക്കുമുണ്ട്. സ്വാഭാവികമായും അത് വലിയ വിമർശനത്തിന് വഴിവെക്കുമെന്നും CPM-നും സർക്കാരിനും തലവേദനയായി മാറുമെന്നുള്ള വിലയിരുത്തൽ അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക്, ഒരു വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാകട്ടെ, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ശക്തികളാകും അല്ലെങ്കിൽ നിർണായകമാകും. പ്രത്യേകിച്ച് അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട LDF കൺവീനർ EP ജയരാജൻ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എം ഒരു സ്വാധീന ശക്തിയാണ്. അപ്പോൾ അവരെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മുന്നണിയെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടും. മറ്റൊന്ന്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ച് നിർണായകമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികളുടെ സഹായമില്ലെങ്കിൽ സ്വാഭാവികമായും മുന്നണി പ്രതിസന്ധിയിലാകും. ഇതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് വലിയ വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം നമുക്കറിയാം CPI, കേരള കോൺഗ്രസ് എം, RJD, NCP, അതിൽ NCPക്ക് മാത്രമായിരുന്നു ഒരു സീറ്റിൽ ഒരു അഴിഞ്ഞ മട്ടുണ്ടായിരുന്നത്. പക്ഷേ RJD ഇപ്പോഴും കടുത്ത അഭിപ്രായ വ്യത്യാസത്തിലും പ്രതിഷേധത്തിലുമാണ്. ഇന്ന് LDF യോഗത്തിൽ അതവർ പ്രത്യക്ഷമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. മുന്നണി യോഗത്തിൽ വർഗീസ് ജോർജ് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എപ്പോഴും രാജ്യസഭാ സീറ്റ് CPIക്ക് മാത്രം നൽകുന്നു. ശ്രേയാംസ് കുമാറിന്റെ കാലാവധി കഴിഞ്ഞപ്പോഴും CPIക്ക് നൽകി. എല്ലാവർക്കും പരിഗണന കിട്ടണം എന്നുള്ളൊരു അഭിപ്രായം അത് ഇന്നത്തെ മുന്നണി യോഗത്തിൽ വർഗീസ് ജോർജ് മുന്നോട്ട് വെച്ചു. മുഖ്യമന്ത്രിയാണ് അക്കാര്യത്തിൽ അനുലിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നിട്ടിറങ്ങിയത്. RJD-യുടെ വാദം ശരിയാണെന്ന മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. അതിനാൽ തന്നെ LDF-ൽ രാജ്യസഭാ സീറ്റിൽ ഇനി റൊട്ടേഷൻ വ്യവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഒഴിവ് വരുന്ന രണ്ടാം സീറ്റ് പാർട്ടികൾക്ക് മാറി മാറി നൽകും. അതിന്റെ മാനദണ്ഡം പിന്നീട് തീരുമാനിക്കുകയും ചെയ്യും. ഏതായാലും നിലവിൽ രാജ്യസഭാ സീറ്റ് CPIക്കും കേരള കോൺഗ്രസിനും വിട്ടു നൽകി. തങ്ങളുടെ ഒരു സീറ്റ് അത് ത്യജിച്ചുകൊണ്ട് CPM ഒരു വലിയ നീക്കത്തിലേക്ക് കടന്നത് അത് മുന്നണിയുടെ മുന്നോട്ടുള്ള പോക്ക് ലക്ഷ്യം വെച്ചാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട RJD അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാകും. തൃശൂരിലെ തോൽവിക്കും കൂട്ടത്തല്ലിനും പിന്നാലെ തൃശൂർ DCC-യിൽ കൂട്ടരാജി. ജോസ് വള്ളൂർ DCC പ്രസിഡന്റ് സ്ഥാനവും MP വിൻസെന്റ് UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു. VK ശ്രീകണ്ഠന് DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകും. അതിനിടയിൽ DCC-യിൽ ഇന്നും കയ്യേറ്റമുണ്ടായി. ഇത് രാജിവെക്കേണ്ട ഒരു സംഗതിയുമല്ല. കാരണം മറ്റുള്ള ആൾക്കാരെക്കാളും പിന്നെ സുരേഷ് ഗോപി കുറച്ചൊരു ജനപിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അത് വേറെ ആരെങ്കിലും ആണെങ്കിലും അവിടെ പൊട്ടിപ്പോവുകയായിരുന്നു. ശ്രമിച്ചു. പിന്നാലെ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതായി ജോസ് വള്ളൂർ പ്രഖ്യാപിച്ചു. ഇതിനിടെ UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജി പ്രഖ്യാപിച്ചു. അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ UDF-ന്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ജോസ് വള്ളൂരിനെ ബലിയാടാക്കിയെന്ന നിലപാടിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസേട്ടനെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. DN പ്രതാപനെതിരെയും AICC അംഗം അനിൽ അക്കരയ്ക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. പാലക്കാട് MP VK ശ്രീകണ്ഠന് DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകും. 24 തൃശൂർ. വയസ്സായിട്ട് നടക്കുന്നൊക്കെയൊന്ന് എന്തായാലും സമ്മതിക്കണം ഇവരൊക്കെ. ഒന്നും പറയാനില്ല. നമുക്ക് ഇതിലൂടെ പോവാം. എടോ ഹരി,
എത്തുമ്പോൾ അയാൾ എത്തും നോക്കാം. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. അടുത്തുള്ള LIC ശാഖയുമായി ബന്ധപ്പെടൂ. അതൊരു ബാങ്കാ, മുത്തശ്ശിയുടെ പച്ചക്കറി മാർക്കറ്റ് അല്ല. ഞാനേ എന്റെ ബാങ്ക് ഓഫ് ബറോഡ ഫാമിലി സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ചാ പറഞ്ഞത്. ഇന്ന് തന്നെ ബാങ്ക് ഓഫ് ബറോഡ ഫാമിലി സേവിങ്സ് അക്കൗണ്ട് തുറക്കൂ. ഇതിൽ കുടുംബത്തിലെ ഓരോ അംഗത്തിനും സവിശേഷമായ ചിലതുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ എപ്പോഴും നിങ്ങൾക്കായി. തിരഞ്ഞെടുക്കാം റൂഫിംഗിലെ ടോപ്പ് ചോയ്സ് ജിയോ. ഇന്ന് കാറ്റിലുണ്ടായിരിക്കും കുറച്ച് തണുപ്പ് കൂടുതൽ എന്നുണ്ട്. എന്തും നടക്കും ആഗ്രഹിക്കാതെയും ആ നോട്ടം മുന്നിലേക്ക് തന്നെ. To right. कंप्यूटर स्क्रीन से निकलती ब्लू-रे से 24 എത്ര എത്ര ഇതാന്ന് നോക്കിയാ പരസ്യങ്ങൾ. लेंस कार्ड के ब्लू स्क्रीन ग्लासेस पहनने से. लेंस कार्ड ब्लू स्क्रीन ग्लासेस और थकान फ्री आईज. लेंस कार्ड. കഴിഞ്ഞ 75 വർഷങ്ങളായി ഓരോ വീട്ടിലും സ്നേഹം. പ്രസ്റ്റീജിലാണല്ലോ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തെ സ്നേഹിക്കുന്നവർ പ്രസ്റ്റീജ് എങ്ങനെ വേണ്ടെന്ന് പറയും? ഒരു വലിയ വാർത്തയുണ്ട്. ഇപ്പോൾ ഇതിലുണ്ട് അസൽ തേനും ഇരട്ടി ആയുർവേദിക് ചേരുവകൾ. ഗുളിക കഴിക്കൂ. കിച്ചണിൽ നിന്നും വലിയ ആശ്വാസം. വെജിറ്റബിൾ പവർ വലിയ ഗുളിക വലിയ ആശ്വാസം. ടെലിവിഷൻ റേറ്റിംഗ് ചാർട്ടുകളിൽ 24 ഒന്നാമത്. ടെലിവിഷൻ ഗണിതങ്ങൾ കീഴ്മേൽ മറിച്ച് 24 വിസ്മയം കൂടുതൽ ഉയരങ്ങളിലേക്ക്. 24 വാർത്താ ചാനൽ നെഞ്ചോട് ചേർത്ത പ്രേക്ഷക ലക്ഷ്യങ്ങൾക്ക് നന്ദി. 24 ചൈത്രയാത്ര തുടരുന്നു. You are watching 24. പഠിക്കുന്ന കുട്ടികൾക്ക് ശരീര പോഷണത്തിനും ഉന്മേഷത്തിനും സന്തോഷ് ബ്രഹ്മി. തലമുറകളുടെ പാരമ്പര്യം. ജോസ്കോ ജ്വല്ലേഴ്സ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. ഒരു മികച്ച ജോലിക്കായി പഠിക്കൂ SLBS മാഗ്ലൻസിൽ. ലക്ഷ്യം മർച്ചന്റ് നേവി എങ്കിൽ പഠനം യൂറോടെക് മാരിടൈം അക്കാഡമിയിൽ. ഇനി തുറന്നു
എന്താ ഗുണ്ടാ സ്ഥലം. തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും വീഡിയോയിൽ പറഞ്ഞതെല്ലാം സത്യമാണെന്നും പെൺകുട്ടി പിന്നീട് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു. എന്നാൽ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന് സാധുതയില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. മർദ്ദനമേറ്റതിന് തെളിവുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാംകുമാർ, എന്താണ് ഈ പെൺകുട്ടി മൊഴിമാറ്റിയതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? പോലീസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ഈ പെൺകുട്ടി അതിന് നിയമസാധുത ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴിയാണ് പെൺകുട്ടിയുടെ രേഖപ്പെടുത്തിയത്. പെൺകുട്ടിയുടെ ശരീരത്തിൽ നേരത്തെ കണ്ട പാടുകൾ, അത് മർദ്ദനമേറ്റുണ്ടായ മുറിവുകളാണെന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഡോക്ടർമാരാണ്. ഈ സർട്ടിഫിക്കറ്റ് പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് പെൺകുട്ടി ഇപ്പോൾ ഇങ്ങനെ നേരത്തെ നൽകിയ മൊഴിയിൽ നിന്നും വ്യത്യസ്തമായി പറയുന്നത് എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഒരാഴ്ചയായി പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള ഒരു മൊഴി കൂടി പുറത്തു വരുമ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകും. സ്വാഭാവികമായും പെൺകുട്ടി തെറ്റിദ്ധരിപ്പിക്കാനായിട്ടാണ് ഈ മൊഴി നൽകിയതെങ്കിൽ പെൺകുട്ടിക്കെതിരെ നിയമ നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഏതായാലും പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വീണ്ടും ചോദ്യം ചെയ്യാനും മറ്റു നടപടികളിലേക്ക് പോകാനുമാണ് പോലീസിന്റെ നീക്കം. വേണു. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രാജ്നാഥ് സിംഗ് വീണ്ടും പ്രതിരോധ മന്ത്രി. അമിത്ഷാ ആഭ്യന്തരവും നിതിൻ ഗഡ്കരി ഗതാഗത വകുപ്പും നിലനിർത്തി. ഗതാഗത വകുപ്പിൽ 2 സഹമന്ത്രിമാരും ഉണ്ട്. മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായതായാണ് സൂചന. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ചില സൂചനകൾ, വ്യക്തതകൾ മാത്രമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ രാജ്നാഥ് സിംഗ് ജയശങ്കർ മാത്രമാണ് ഇഷ്ടം. ആഭ്യന്തര മന്ത്രിസ്ഥാനത്ത് തുടരും. കൂടാതെ റോഡ് ഗതാഗത മന്ത്രാലയം നിതിൻ ഗഡ്കരി തന്നെ തുടരും എന്നുള്ളതാണ്. റോഡ് ഗതാഗതത്തിൽ 2 സഹമന്ത്രിമാരാകും ഉണ്ടാകുക. അജയ് തങ്ക, ഹർഷ് മൽഹോത്ര എന്നിവരാണ് ഉപരിതല ഗതാഗത മന്ത്രാലയത്തിലെ സഹമന്ത്രിമാർ. മറ്റ് പ്രധാന മന്ത്രിസ്ഥാനങ്ങൾ എല്ലാം തന്നെ BJP നിലനിർത്തും എന്ന് തന്നെയാണ്. 2ാം മോദി മന്ത്രിസഭയിലെ പ്രധാന വകുപ്പുകളെല്ലാം തന്നെ BJP-യുടെ മുതിർന്ന നേതാക്കൾ കൈവശം വയ്ക്കും. മറ്റ് വകുപ്പുകൾ സംബന്ധിച്ചാണ്, സഖ്യകക്ഷികൾക്ക് നൽകുന്ന വകുപ്പുകൾ സംബന്ധിച്ചാണ് തർക്കം നിലനിന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പട്ടിക പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ പിൻവലിക്കുന്ന ഒരു നീക്കവും കഴിഞ്ഞ നിമിഷങ്ങളിൽ ഉണ്ടായി. ഉടൻ തന്നെ പൂർണ്ണമായ പട്ടിക പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച ധാരണയായിരിക്കുന്നു എന്നും അല്പസമയത്തിനകം തന്നെ വിശദമായ പൂർണ്ണമായ പട്ടിക പ്രഖ്യാപിക്കും എന്നുമാണ് സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. വീണു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ജമ്മുകശ്മീരിൽ 10 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഇടപെടലെന്ന് പ്രാഥമിക വിവരം. 2 ഭീകരരാണ് വെടിയുതിർത്തത്. റിയാസിയിലും പരിസര പ്രദേശങ്ങളിലും ഭീകരർക്കായി തിരച്ചിൽ ആരംഭിച്ചു. ഇങ്ങനെ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഇല്ലിരുന്നുണ്ട്, കാട് വെട്ടാതെ നടത്തുന്ന. ഇപ്പൊ ഈ പ്രാവശ്യമാണ് കാട് വെട്ടാതെ ഇങ്ങനെ. അതീവ ഗൗരവത്തോടെയാണ് സൈന്യം കാണുന്നത്. ആക്രമണത്തിന് പിന്നാലെ റിയാസിയിലെ വനമേഖല കേന്ദ്രീകരിച്ച് ഭീകരർക്കായി സൈനിക നടപടി പുരോഗമിക്കുകയാണ്. തെരച്ചിലിനായി ഹെലികോപ്റ്ററും നിരീക്ഷണ ഡ്രോണുകളും വിന്യസിച്ചു. 2 ഭീകരരാണ് വെടിവയ്പ് നടത്തിയതെന്ന് റിയാസി സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് പറഞ്ഞു. ഇത് പ്രൈവറ്റ് ആണോ, പ്രൈവറ്റ് ആൾക്കാരുടേതാണോ, അല്ലെങ്കിൽ ഗവൺമെന്റിനാണോ? പ്രൈവറ്റ് ആണെങ്കിൽ കോടികൾ വില ഉണ്ടാവും. കോടി അത് ഓൾറെഡി ഉണ്ടാവും. 6 മണിയോടെയാണ് തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസിന് നേരെ ഭീകരർ ആക്രമണം നടത്തിയത്. പക്ഷെ ഇത് അങ്ങനെ ഒന്നും മറിച്ചെടുക്കാൻ പറ്റുണ്ടാവില്ല ഗവൺമെന്റിന്റെ പ്രകാരം. അല്ലാ, ബ്രേക്ക് ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് വിലയിരുത്തി. സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം നേരിട്ടെത്തി സാഹചര്യം വിലയിരുത്തും. ആക്രമണത്തിന് കൃത്യമായി മറുപടി നൽകുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. പ്രസിഡന്റ് ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആക്രമണത്തെ അപലപിച്ചു. 24 ഡൽഹി. തൃശൂർ പൂരം നടത്തിപ്പിലെ പാളിച്ചയിൽ വിമർശനം നേരിട്ട സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ നടപടി. അങ്കിത് അശോകിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഷഫീദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ഷഫീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ആനകൾക്ക് പട്ടു നൽകാൻ പോയവരെയും കൊടിയുമായി
അതൃപ്തി അറിയിക്കുകയും ചെയ്തു. തൃശൂർ പോലീസ് കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് പൂരം നടത്തിപ്പിൽ വീഴ്ചകൾ ഉണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇക്കാര്യത്തിൽ മുന്നണിയിലടക്കം വലിയ തരത്തിലുള്ള അഭിപ്രായം ഉയർന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ LDF-നേറ്റ തിരിച്ചടി അതടക്കം ഈ പൂരം നടത്തിപ്പിനെ അലങ്കോലപ്പെടുത്തൽ കാരണമായി എന്നുള്ള വിലയിരുത്തൽ അത് മുന്നണിയിലെ പല പാർട്ടികൾക്കും ഘടകകക്ഷികൾക്കുമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പെരുമാറ്റച്ചട്ടം മാറിയതിന് പിന്നാലെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ സ്ഥലം മാറ്റിയിട്ടുള്ളത്. പകരം സ്പെഷ്യൽ ബ്രാഞ്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ടെക്നിക്കൽ ഇന്റലിജൻസിലെ R ഇളങ്കോ തൃശൂർ പോലീസ് കമ്മീഷണറാകും. അതേസമയം അങ്കിത് അശോകനെ എങ്ങോട്ടേക്കാണ്, എന്താണ് നിയമനം, മറ്റൊരു നിയമനം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. നിയമനം സംബന്ധിച്ച മറ്റൊരു ഉത്തരവ് ഇറങ്ങും എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്ന കാര്യം. വേണോ? ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കും എന്ന മുന്നറിയിപ്പുമായി സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലിന്റെ സർക്കുലർ. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന നടത്തണം എന്ന് അന്ത്യശാസനം. സഭാധ്യക്ഷന്റെ സർക്കുലർ കൊടും ചതിയുടെ അടയാളമെന്ന് വിമത വൈദികർ പ്രതികരിച്ചു. മാർപ്പാപ്പയുടെ ഓഫീസിൽ നിന്നുള്ള അന്തിമ നിർദ്ദേശപ്രകാരമാണ് പുതിയ സർക്കുലർ. സെന്റ് തോമസ് ദിനം മുതൽ അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന ഉറപ്പാക്കണം. കുർബാന അർപ്പണം സംബന്ധിച്ച വൈദികരും വൈദിക വിദ്യാർത്ഥികളും ജൂലൈ 3 സത്യവാങ്മൂലം നൽകാനാണ് നിർദ്ദേശം. സിനഡ് കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കേണ്ടി വരും. നടപടി നേരിടുന്ന വൈദികർ നടത്തുന്ന ആരാധനാക്രമങ്ങൾ അംഗീകരിക്കില്ലെന്നും ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അറിയിച്ചു. എത്ര രീതിയിലുള്ള ആരാധന ഉള്ളത്. പൂർണ്ണമായി തള്ളി. മാർപ്പാപ്പയുടെ വിരുദ്ധമാണ് പുതിയ സർക്കുലർ. ഇത് അംഗീകരിക്കാനാകില്ലെന്ന് ഫാദർ കുര്യാക്കോസ് എങ്ങനെയാണ് അതിന് മുമ്പ് ആ സിനഡ് കൂടുന്നതിനേക്കാൾ മുമ്പ് ഡോക്യുമെന്റായിട്ട് പിന്നീട് ഔദ്യോഗികമായിട്ടുള്ള ഡോക്യുമെന്റുമായിട്ട് ഇവിടെ എത്തിച്ചപ്പെടുന്നത് കുറെ ദിവസമല്ല കുട്ടികൾ കളിക്കുന്നത്. തീരുമാനം തീർച്ചയായിട്ടും മാർപ്പാപ്പ പറഞ്ഞതിന് വിരുദ്ധമാണ്. ഈ മാസം 14 ചേരുന്ന സിനഡിൽ കുർബാന തർക്കം പ്രധാന ചർച്ചാ വിഷയമാകും. ഇതിനുശേഷമായിരിക്കും തർക്കപരിഹാരത്തിനുള്ള വഴി തെളിയുക. ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ ജൂലൈ 16 പള്ളികളിൽ വായിക്കും. 24 കൊച്ചി. വനം വകുപ്പിന്റെ വ്യാജ പരാതിയിൽ ജയിലിൽ കഴിയേണ്ടി വന്ന 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന് നാട്ടുകാരുടെ സ്വീകരണം. ചാലക്കുടി ജനകീയ കൂട്ടായ്മയാണ് റൂബിൻ ലാലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്വീകരണം ഒരുക്കിയത്. മനുഷ്യാവകാശ പരിസ്ഥിതി സംഘടനകളും ആദിവാസി ഊരുകളിൽ നിന്നുള്ളവരും പങ്കെടുത്തു. വൈകിട്ട് 3 മണിയോടെ അതിരപ്പള്ളി ടൂറിസം കേന്ദ്രത്തിന് സമീപമായിരുന്നു സ്വീകരണം. വിവിധ മനുഷ്യാവകാശ പരിസ്ഥിതി സംഘടനകളും ആദിവാസി ഊരുകളിൽ നിന്നുള്ളവരും ജയിൽ മോചിതനായ റൂബിൻ ലാലിനെ സ്വീകരിക്കാനെത്തി. അറസ്റ്റിലേക്ക് നയിച്ച സംഭവങ്ങളും പോലീസ് വനംവകുപ്പ് ഒത്തുകളിയും യോഗത്തിൽ വിശദീകരിച്ചു. തുടർന്ന് റൂബിന് അതിരപ്പള്ളി ജനതയുടെ ആവേശകരമായ സ്വീകരണം. എന്താ ഈ റൂബിൻ ലാൽ ആരാ? വീണ്ടും കേസെടുക്കാൻ നീക്കം നടക്കുന്നതായി ചാലക്കുടി ജനകീയ കൂട്ടായ്മ ആരോപിച്ചു. വനം പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യുമെന്നും നേതാക്കൾ. മുതിർന്ന മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകൻ കെ വേണു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. കാട്ടുപന്നിയെ എന്തോ സംസ്കരിക്കില്ല എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തതിന് അതിനെന്തോ ആണ് തെറ്റ് ചൂണ്ടിക്കാഴ്ചയാണ്. ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഏറ്റവും വലിയ ടെലിവിഷനിലെ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. എനിക്കറിയാം നിങ്ങളുടെ പ്രതികരണങ്ങളും പരിപാടികളും കുറച്ച് കാലമായിട്ട്
നരേന്ദ്രമോദി സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്ന അശ്വിനി വൈഷ്ണവ് തന്നെ റെയിൽവേ മന്ത്രിയായി തുടരും. എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായി തുടരും. ഒപ്പം തന്നെ അമിത്ഷാ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തും രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി സ്ഥാനത്തും തുടരും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടാതെ ഉപരിതല ഗതാഗത മന്ത്രിയായി നിതിൻ ഗഡ്കരി തന്നെ തുടരും. ഉപരിതല ഗതാഗതത്തിൽ 2 സഹമന്ത്രിമാരാകും ഉണ്ടാവുക. അജയ് തംത, ഹർഷ് മൽഹോത്ര എന്നിവരായിരിക്കും ഈ ഉപരിതല ഗതാഗതത്തിൽ സഹമന്ത്രിമാരായിരിക്കുക. മറ്റ് പാർട്ടികളുടെ സഖ്യകക്ഷികളുടെ മന്ത്രിസ്ഥാനം അടക്കമുള്ളത് സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരും എന്നാണ് ലഭ്യമാകുന്ന വിവരം. രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ അറിയിപ്പ് അല്പസമയത്തിന് തന്നെ ഉണ്ടാകും. അതേസമയം പ്രധാനമന്ത്രിയുടെ വസതിയിൽ 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. യോഗം ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു. ഒരു നിർണായക തീരുമാനം ഈ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് 3 കോടി അധിക വീടുകൾ കൂടി അനുവദിക്കാനാണ്. കൂടാതെ ഈ പദ്ധതിക്ക് അനുവദിക്കുന്ന തുകയിലും വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇന്ന് രാവിലെ ഓഫീസിലെത്തി ചുമതലയേറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർക്കുള്ള സഹായനിധി നൽകുന്നതിന് വിതരണം ചെയ്യുന്നതിനുള്ള ഫയലിൽ ഒപ്പുവച്ചിരുന്നു. ഇത്തരത്തിൽ ആദ്യ ദിനത്തിൽ തന്നെ 100 ദിന കർമ്മ പരിപാടികളിൽ വിശദീകരിച്ച കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം പ്രധാനമന്ത്രി മന്ത്രിമാരെ അറിയിച്ചിട്ടുണ്ട്. വകുപ്പുകൾ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ചുമതലകൾ ഏറ്റെടുക്കണമെന്നും തുടർന്ന് 100 ദിന കർമ്മ പരിപാടി സാക്ഷാത്കരിക്കുന്നതിനായി പിന്നീട് പൂർണ്ണസമയം വിനിയോഗിക്കണം എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമന്ത്രി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത മറ്റെല്ലാ മന്ത്രിമാർക്കും തന്നെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് മറ്റ് സഖ്യകക്ഷികളുടെ മന്ത്രിസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കാരണം അവസാന നിമിഷം ഈ മന്ത്രിസഭാ യോഗം ചേരുന്ന ഘട്ടത്തിൽ പോലും പല പാർട്ടികളും അതൃപ്തിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും രാഷ്ട്രപതി ഭവൻ ഇതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം ഇറക്കുന്ന ഘട്ടത്തിലാണ്. സർക്കാരിന്റെ വിവരങ്ങൾ കൈമാറുന്നതിനായുള്ള ഗ്രൂപ്പിലാണ് സ്വീകരിക്കപ്പെട്ടത്. ഇത് ഒരുപക്ഷെ ഈ വിവരങ്ങൾ കുടുംബത്തിനോ അല്ലെങ്കിൽ അതിന്റെ ഔപചാരികത നഷ്ടപ്പെടും എന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് നീക്കം ചെയ്യപ്പെട്ടത്. ഉടനടി എന്ന വിശദീകരണമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ ഈ വിജ്ഞാപനം രാഷ്ട്രപതി ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുമാണ് ലഭ്യമാകുന്ന വിവരം. ഈ ആദ്യ മന്ത്രിസഭാ യോഗം മണിക്കൂറിലേറെ പിന്നിട്ട ശേഷവും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് അനിശ്ചിതത്വം അല്ലെങ്കിൽ ഏതെല്ലാമാണ് വകുപ്പുകൾ മന്ത്രിമാരുടെ എന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരം ലഭ്യമാകാതിരുന്നത് സംബന്ധിച്ച വാർത്തകൾ സജീവമായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സന്ദേശം പ്രത്യക്ഷപ്പെട്ടതും ഉടൻ തന്നെ നീക്കം ചെയ്യപ്പെട്ടതും. ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഈ പുറത്തു വന്നിരിക്കുന്ന 5 മന്ത്രിമാരുടെയും 2 സഹമന്ത്രിമാരുടെയും വകുപ്പുകൾ സംബന്ധിച്ച് അത് സ്ഥിരീകരിക്കാം എന്നുള്ളത് തന്നെയാണ്. മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ പട്ടിക അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്. വിനീത് നാരായണൻ പോലെ പല ആളുകളും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഏതാണ് വകുപ്പുകളെന്ന് ചോദിക്കുന്നു. അവരുടെ വകുപ്പുകളെ കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടില്ല. കിട്ടിയല്ലോ നമ്മുടെ ഡൽഹി ബ്യൂറോ തത്സമയം റിപ്പോർട്ട് ചെയ്യും. സംസ്ഥാനത്ത് ഗതാഗത നിയമലംഘനങ്ങൾ അനുദിനം വർദ്ധിക്കുന്നു. സീബ്ര ലൈനിൽ പോലും കാൽനട യാത്രക്കാരുടെ ജീവന് യാതൊരു സുരക്ഷയുമില്ല തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കോഴിക്കോട് ചെറുവണ്ണൂരിൽ സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യുന്നതിനിടെ ബസ്സിടിച്ച് നിർമ്മിച്ച വിദ്യാർത്ഥിയെ അത്ഭുതകരമായിട്ടാണ് ഇന്ന് രാവിലെ രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഡ്രൈവർക്കെതിരെ നല്ലോണം പോലീസ് കേസെടുത്തു. പൊട്ടിയ ചില്ലിന് പകരം പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി യാത്രക്കാരുമായി സർവീസ് നടത്തുന്ന ബസിന്റെ ദൃശ്യങ്ങളും ഇന്ന് കോഴിക്കോട് നിന്ന് പുറത്തു വന്നു. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടത്തിൽ ഇന്ന് 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നിരത്ത് വാഴുമ്പോൾ പൊതുജനങ്ങളുടെ ജീവന് എന്ത് ഗ്യാരണ്ടി എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. സീബ്ര ക്രോസിങ് ഞാനിതേപോലെ നമ്മുടെ നാട്ടിൽ നടന്നപ്പോൾ ഈ സെയിം സംഗതി KSRTC പോലും. കോഴിക്കോട്
ദൃശ്യങ്ങളാണിത്. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കവെയാണ് വിദ്യാർത്ഥിനിയായ കൊളത്തറ സ്വദേശി ഫാത്തിമ റിനയെ സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ചത്. അത്ഭുതകരമെന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാനാകൂ. പെൺകുട്ടി നിസാര പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി ആരംഭിച്ചു. ഡ്രൈവർക്കെതിരെ നല്ലള പോലീസ് കേസെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. കോഴിക്കോട്ട് നിന്ന് തണുപ്പും ചൂടൊക്കെ എന്താണെന്ന് നോക്കട്ടെ. ഇന്ന് രാവിലെ തണുപ്പുണ്ടായിരുന്നു. സൈക്കിൾ അവിടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗുഡ്. -16 പോയാ തണുപ്പുണ്ടല്ലോ. ബ്രേക്ക് വീണ്ടും ഫിക്സ് ചെയ്യേണ്ടി വരും. -14 ബ്രേക്ക് ഫിക്സ് ചെയ്യുന്നത് അർജൻറ്റാണ്. മഴ പെയ്തപ്പം ബ്രേക്ക് പോകും. എന്താ അല്ലേ? YouTube. നമ്മളെ 24 ന്യൂസ് കേൾക്കട്ടെ. ആരാടാ അസംബ്ലി പറയുന്നത്? പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് DG നന്ദകുമാറിനെ പ്രതിയാക്കി കേസെടുത്തു. നന്ദകുമാറിന്റെ ഒപ്പം ഉണ്ടായിരുന്ന MP മുരളീധരൻ, മധുസൂദനൻ എന്നിവരും കേസിലെ പ്രതികളാണ്. വിഷയത്തിൽ പ്രതികരിക്കാൻ നന്ദകുമാർ തയ്യാറായില്ല. 24 കൊച്ചി. വിദ്യാർത്ഥികളുടെ ലോകത്തെ വല്ലാത്ത വാർത്തകൾ ഇനിയും ഏറെ ബാക്കിയുണ്ട്. തിരികെ വരാം. ചെറിയൊരു ശേഷം പ്രേക്ഷകർ തുടരും. പല ക്രൈമൊക്കെയാണ് ഞാൻ മാറ്റിയത്. പോലീസ് ഡയറി വേണ്ട, നെഗറ്റീവൊക്കെ ഓഫാക്കുക. ഗൾഫ് ഫോക്കസ് വേണ്ട. സുപ്രധാന വകുപ്പുകളിൽ ഒന്നും കേൾക്കാനില്ലേ?
എൻകൗണ്ടർ കേട്ടോ, എൻകൗണ്ടർ 24 ചുമരെടുത്ത് തോൽപ്പിച്ചതാറ് 6 hours. അത് നോക്കാം. പാർട്ടിയിൽ ശക്തി കേന്ദ്രങ്ങളിലടക്കം കൊടുങ്കോട്ടകളടക്കം ഉണ്ടായ വലിയ തിരിച്ചടിയിൽ ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPM ചർച്ചകൾ തുടങ്ങുകയാണ്. അത് വേണം താനും. പക്ഷേ ക്ഷേമപെൻഷൻ മുടങ്ങിയത് വിലക്കയറ്റവും പോലീസ് അതിക്രമങ്ങൾ അടക്കമുണ്ടാക്കിയ ഭരണവിരുദ്ധ വികാരം അടക്കം യുദ്ധ ചർച്ചയിലേക്ക് വരുമോ എന്ന് ചോദ്യം ഉയരാൻ കാരണം ഗീവർഗീസ് മോഹൻദാസിനുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടിയാണ്. അതായത് സ്വന്തം രാജ്യസഭാ സീറ്റ് വിട്ടുകൊണ്ട് ഘടകകക്ഷികളെ സമാധാനിപ്പിക്കുന്നത് പരാജയ ഇമ്പാക്റ്റ് ആണോ, ആത്മാർത്ഥമായി ആത്മപരിശോധന നടത്തുമോ CPM? MP ജയിച്ചതിൻ്റെ വിട്ടുകൊടുത്തിട്ട് എന്താല്ലേ. ഡോക്ടർ VPP മുസ്തഫ, ജ്യോതികുമാർ ചാമക്കാല, സന്ദീപ് വാര്യർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ചർച്ചയിലേക്ക് വരും മുൻപ് കാസർഗോഡ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഒരു CPM പ്രവർത്തകന്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്. അതൊന്ന് കേൾക്കാം. അത് പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തിനോന്ന് പാർട്ടി പരിശോധിക്കണം. ഇപ്പൊ അപ്പുറപ്പുറെല്ലാം വെടിപൊടുന്നത് നാണം കെട്ടിട്ട് നമ്മളിവിടെ സഹിച്ചു നിൽക്കുന്നത് പുറത്തിറങ്ങാൻ ചെയ്യാത്ത അവസ്ഥയാണ് നിൽക്കുന്നത്. ഇങ്ങനെ തോൽവി ഉണ്ടാവുക. ശബരിമല, പെരിയ, കൊൽക്കേസ്, രാഹുൽ ഗാന്ധി തരംഗം എന്നെല്ലാം പറഞ്ഞിട്ട് ഒന്നും ഇറങ്ങില്ലത്. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി മക്കളുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സംഭവിക്കട്ടെ. ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ. ഇതല്ലേ മണ്ണപ്പാറല്ല ജനങ്ങള്. 10-15 മന്ത്രിമാർ 2 ലക്ഷം 3 ലക്ഷം ശമ്പളം കുറിച്ച് അവരെ വീട്ടിൽ കെട്ടി വെച്ചാൽ 1 മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഇല്ലത്. പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഈ മാസം ശമ്പളം വേണ്ട. അല്ലെ ഒരു MLA അല്ല മന്ത്രി ഈ പറഞ്ഞൊന്നും നമ്മുടെ പാർട്ടിയിൽ പുറത്താക്കിയ ഒന്നുമില്ല കേട്ടോ. കാര്യം തന്നെ പറഞ്ഞു കേൾക്കണം. ലോക്കൽ കമ്മിറ്റി തന്നെ കേൾക്കണം. അപ്പുറപ്പുറം വെടികൊണ്ടു പോകണല്ലോ. നമ്മൾ നെഞ്ഞടിക്കുന്നില്ല. രാജമന്ത്രി കറ്റന്നെ ഒന്ന് പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർക്കും പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തില്ലെന്ന് അത് നോക്കണം. ഇത് വലിയ കഷ്ടമതിയല്ലേ എടുത്ത നേതാക്കന്മാർ. കഷ്ടം ഒന്ന് പറയാൻ കഴിയോ? മുണ്ടോ എന്തായിപ്പോ? എല്ലാവർക്കും ഒരു ഇത് വേണം. ബംഗാൾ പോലെ ഹലോ അല്ല ചെറിയൊരു തണുപ്പുണ്ട്. ഇല്ല പോവാ. എഴുതി വെച്ചോ. എന്നിട്ട് പോവാത്ത. ശരി, ഞാൻ ഒരു 7:15 എത്തും. സൈക്കിള് ഒന്ന് മെയിൻ്റനൻസ് സ്വന്തമായിട്ട് ചെയ്യണം. കുറേ ആയി. വെറുപ്പിച്ച് കൈ തരികയാണ് CPM-ന്റെ. എല്ലാം എന്താ പറയുക, കടിച്ചു തൂങ്ങി സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരെ. മോനെ എടാ മോനെ വേഗം വാ മോനെ. 10 ശമ്പളം വേണ്ട. അല്ലെ ഒരു MLA അല്ല മന്ത്രി ഈ പറഞ്ഞൊന്നും നമ്മുടെ പാർട്ടിയിൽ പുറത്താക്കിയ ഒന്നുമില്ല കേട്ടോ. കാര്യം തന്നെ പറഞ്ഞു കേൾക്കണം. ലോക്കൽ കമ്മിറ്റി തന്നെ കേൾക്കണം. അപ്പുറപ്പുറം പിടികൊണ്ടു പോകില്ല. നമ്മൾ നെഞ്ഞടിക്കുന്നില്ല. രാജമന്ത്രി കറ്റന്നെ ഒന്ന് പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർക്കും പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തില്ലെന്ന് അത് നോക്കണം. ഇത് വലിയ കഷ്ടമതിയല്ലേ എടുത്ത നേതാക്കന്മാർ. കഷ്ടം ഒന്ന് പറയാൻ കഴിയോ? മുണ്ടോ എന്തായിപ്പോ? എല്ലാവർക്കും ഒരു ബംഗാൾ ഈനക്കാട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിനെ കണ്ട് കടയിൽ പോയി ഇടാം കേരളത്തിൽ. കഴിഞ്ഞ കാട്ടിയും രാജ്യമോഹൻ നോക്കാം. ആരോഗ്യമാരും നിങ്ങൾക്ക് പ്രശ്നമില്ലാതെ വോട്ട് ചെയ്തവർക്ക് ആ വിഷമം ഉണ്ടാവും. തോറ്റ് നാറിറ്റി വിഷമം വേണ്ട ഒന്നും വേണ്ട. നമുക്കൊന്നും അമ്മയുടെ വോട്ട് വേറെ 10 ആൾ കൊണ്ട് ജയിക്കണം. ഞാനടക്കം പോയി ചെയ്തതാണ്. ആ വിഷമം നമുക്ക് അലോണ്ട്. എനിക്ക് പാർട്ടിയുടെ വിഷമം വേണ്ട ഒന്നും വേണ്ട.
ഞാൻ അടിവായിട്ട് നിന്നോളാം. നമുക്കിന്ന് ഉത്തരം പറയാനൊന്നും കഴിയാൻ ആരോടും ഉത്തരം പറയണം. കളക്ടർമാരെ ഒന്നും നേതാക്കന്മാരൊന്നും കാര്യമില്ല. ഇവിടെ അയലോട്ടൊക്കെ ആ സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്ന ആരെങ്കിലും കൊണ്ടുവന്നില്ല. 2 പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇയാൾ സതീചന്ദ്രൻ ഞാനിപ്പോൾ ഒരു വീണ്ടും ഒരു കൂടി. ഈ പ്രാവശ്യം സഭയില്ല, വരാൻ സഭയില്ലാന്ന് അയാളെ നിർത്തിക്കുമ്പോഴേ ഒരു അഭിപ്രായം ഉണ്ടായി. നല്ല സാധനത്തിന് നല്ല എല്ലാന്ന് കേൾക്കണം കഴിക്കണം. അത്രയും സങ്കടമെടുത്ത് ആ സങ്കടം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണില്ലത്. ശ്രീ വി പി മുസ്തഫ, ഈ ഓഡിയോ ക്ലിപ്പ് താങ്കൾക്ക് കിട്ടണം. കാരണം താങ്കളുടെ ജില്ലയിൽ നിന്നുള്ള ഓഡിയോ ക്ലിപ്പാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതും താങ്കൾക്കാകും, ആണോ എന്നറിയാവുന്നതും താങ്കൾക്കാകും. അതിന് ആരുടേതാണെന്ന് അറിയില്ലെങ്കിലും ആ വാക്കുകളുടെ ഒരു തേങ്ങലും വേദനയും കേൾക്കുമ്പോൾ ഏതോ പാർട്ടി പ്രവർത്തനാണെന്നാണ് എന്റെ ഒരു ധാരണ. അതിന് ആരുടേതായാലും അതിൽ പറയുന്ന കാര്യങ്ങളിൽ കഥയില്ലേ മുസ്തഫ, ആത്മാർത്ഥമായ തിരുത്തലുണ്ടാകുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദേശീയ തലത്തിലുള്ള വിധി പൊതുവിൽ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതാണ്. എന്നാൽ ആ ദേശീയ തലത്തിലുള്ള നിലവാരത്തോടൊപ്പം കേരളം എത്തിയില്ല എന്നുള്ളത് ഇടതുപക്ഷത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരിലും ഉത്കണ്ഠ ഉണർത്തുന്നതുമാണ്. അവിടെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരിൽ ഉണ്ടാകുന്ന ധാരാളം തരത്തിലുള്ള പ്രതികരണങ്ങളിൽ ഉണ്ടാകാം ഇത്. വാട്സപ്പുകളിലൂടെ എല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. ആരുടേതാണ് എന്ന് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഏതായാലും അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംഗതികളും വസ്തുതാപരമൊന്നുമല്ല. പലതരത്തിലുള്ള പ്രചരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു സാധാരണ പ്രവർത്തകന്റെ നിഗമനങ്ങളിലേക്ക് എത്തിയ പല കാര്യങ്ങളായിരിക്കാം അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അത് പറഞ്ഞതെല്ലാം വസ്തുതാപരമാണ് എന്നല്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരിലും ഉത്കണ്ഠ ഉളവാക്കുന്നതാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള പരാജയം. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള പരിശോധനയും തിരുത്തലും പാർട്ടി നടത്തും. അങ്ങനെയാണല്ലോ ഇതിനു മുമ്പും സമാനമായ തോൽവികൾ CPIM നേരിട്ടിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷം നേരിട്ടിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് തിരിച്ചു വന്നത്? ഇപ്പൊ ഇവിടെ ഇരുന്ന് ഹാഷ്മി ഇങ്ങനെ ഞങ്ങളെയെല്ലാം വലിയ നിലയിൽ ചോദ്യം ചെയ്ത് വിചാരണ നടത്തുന്ന നിലയിലേക്ക് CPIM കേരളത്തിൽ അവശേഷിച്ചത് എങ്ങനെയാ? ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ട ഓരോ സന്ദർഭത്തിലും വളരെ കൃത്യമായ പരിശോധന നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് എന്താണോ CPM-നെ തിരുത്തിക്കാനുണ്ടായിരുന്നത് ആ തിരുത്തൽ വരുത്തി ഈ പാർട്ടി മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് 2024 ഇങ്ങനെ CPIM കേരളത്തിൽ അവശേഷിക്കുന്നത്. അതല്ലെങ്കിൽ എന്നേ ഈ പാർട്ടി പോകാം. 1977 ഇതുപോലെ ഇന്ത്യ മുഴുവൻ അന്ന് കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും തോൽപ്പിച്ചപ്പോൾ കേരളം കെ കരുണാകരനെയും കോൺഗ്രസിനെയും ജയിപ്പിച്ചിരുന്നില്ലേ? അന്ന് വട്ടപൂജ്യമായിരുന്നില്ലേ CPIM-ന്? എന്നിട്ട് 3 വർഷം കഴിയുന്നതിന് മുമ്പേ CPIM കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലേ? VK നായനാർ 1980 നല്ല ആൾക്കാരായിരുന്നു. 77 CPM-നെ തോൽപ്പിക്കാൻ അപ്പുറത്തുണ്ടായിരുന്ന AK ആന്റണി. ഈ രാഷ്ട്രീയക്കാരെ ഓരോ വാക്കുകളും പറയുന്ന കാര്യങ്ങളും ഇവിടെ വിചാരിച്ച ഇവരെ കേൾക്കുമ്പോ ഒക്കെ ഇതാണ് ശരി, ഇത് കേൾക്കുമ്പോ ഇതാണ് ശരി, അത് കേൾക്കുമ്പോ അതാണ് ശരി. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തിരിച്ചടികൾ ഒരു പുത്തൻ അനുഭവമല്ല. അല്ല, താങ്കൾ ഈ പറയുന്ന പോയ കാലത്തെ കുറിച്ച് പറയുന്നു. പക്ഷേ അത് പാർട്ടി ആത്മാർത്ഥമായി അതിനുള്ളിൽ ചർച്ച ചെയ്യാൻ ഒരു ആന്തരിക കരുത്ത പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ ഇക്കാലത്തുണ്ടാക്കിയ ഈ പരാജയത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പോളിറ്റി സിറ്റികളിൽ ഉണ്ടാകുന്ന എന്ന് പറയുന്നു എല്ലാ തമ്മിൽ ഈ അടിസ്ഥാന വർഗത്തിന്റെ വേദനയിൽ ഒത്തുചേരാൻ കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ടെന്ന് എന്ന അക്കാഡമിക്കലി ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിക്കുന്നത് വിവരദോഷി എന്നാണ്. അപ്പോൾ നിങ്ങൾ തിരുത്താൻ വരുന്നവരെ തിരുത്തുമെന്നാണ് ഈ വർഗീസ് എന്ന് പറയുന്ന എല്ലാ കാലവും ഇടതുപക്ഷത്തിനൊപ്പം മാത്രം പ്രത്യയശാസ്ത്രപരമായി തന്നെ ക്രൈസ്തവതയും കമ്മ്യൂണിസവും തമ്മിൽ ഈ അടിസ്ഥാന വർഗത്തിന്റെ വേദനയിൽ എന്ന് അക്കാഡമിക്കലി ചിന്തിക്കുന്ന ഒരു പാവം വിഷു പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിക്കുന്നത് വിവരദോഷി എന്നാണ്. അപ്പോൾ നിങ്ങൾ തിരുത്താൻ ഉദ്ദേശിക്കുന്നത് അതോ നിങ്ങൾ ആത്മാർത്ഥമായി പാർട്ടിയിൽ തിരുത്തലുണ്ടാകുമെന്നാണോ ശ്രീ മുസ്തഫ? ഇയാൾക്ക് രാജാവുന്ന വിചാരം. പഴയ പാർട്ടിക്ക് ആന്തരികമായ കരുത്തുണ്ടായിരുന്നു, ഇപ്പോൾ അതുണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് വളരെ ഗംഭീരമായിരുന്നു പാർട്ടി, പഴയ നേതാക്കളെല്ലാം വലിയ മഹാന്മാരായിരുന്നു. ഇപ്പോ മഹാമോശമാണ് എന്ന് ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഈ പഴയ താങ്കള് വലിയ ആന്തരിക കരുത്തുണ്ട് എന്ന് പറയുന്ന കാലത്തെ നേതാക്കന്മാരെ അന്നെങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത്? എന്താ EMS-നെയൊക്കെ ഓരോ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലും ഇവിടെ വിശേഷിപ്പിച്ചിരുന്നത് പഴയ കോൺഗ്രസ് മുട്ട വിക്കാൻ നമ്പൂരി, പട്ടാമ്പിയിലെ പട്ടി
എന്നൊക്കെ എടുത്ത് വിളിച്ചു പറയണണ്ട. ഗോപാല എന്ന് വിളിച്ചത് 77 തെരഞ്ഞെടുപ്പ് സമയത്താ പഴയ യൂത്ത് കോൺഗ്രസുകാർ കേരളത്തിൽ വിളിച്ചത്, ആശുപത്രിയിൽ മരണാസന്നനായി കിടക്കുന്ന AKGയെ വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അഴിമതിക്കോടൻ അഴീക്കോടൻ രാഘവനെ കുറിച്ചിട്ട് അവസാനം മമ്പറം മാധവൻ എന്ന് പറയുന്ന കണ്ണൂരിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ വീട് കണ്ടപ്പോ പറഞ്ഞത്, ഈ പാർട്ടി മുൻകൈയെടുത്തൊരു വീട് കെട്ടിക്കൊടുക്കണം ആ മീനാക്ഷി ടീച്ചർക്കും കുടുംബത്തിനും എന്ന്. അതുകൊണ്ട് ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ഈ പറഞ്ഞത് ഇടതുപക്ഷം നശിച്ചു പോകണം, ഇടതുപക്ഷം മുടിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചല്ലെന്നും അത് ഇടത്തോട്ട് ഇന്ത്യക്കേട്ടിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ അപകടമുണ്ടാകുമെന്ന് പറയുന്നത് ആത്മാർത്ഥമായി ആ പക്ഷം കേരളത്തിൽ നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത് ആ പാർട്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ബോധ്യമാവുന്ന കാര്യമാണ്. ശ്രീ മുസ്തഫയ്ക്കും അത് വളരെ നന്നായി ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് അങ്ങേയറ്റം പറഞ്ഞിട്ടും എന്റെ ഇടതുപക്ഷം ഹൃദയപക്ഷമാണ്, ആ പക്ഷത്തൊന്നും മാറ്റമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ച് തെറ്റാണ് എന്ന് ശ്രീ മുസ്തഫയ്ക്കും അറിയാം. എല്ലാവരും രഹസ്യമായി വിളിക്കുമ്പോൾ പറയും അങ്ങനെ പറയാൻ മുഖ്യമന്ത്രി പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ സൈബർ ഗ്രൂപ്പുകളിൽ പറയും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, രഹസ്യമായി പറയും. ഒരാളെങ്കിലും തിരുത്തി, അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗമല്ലാതെ ഒരാളെങ്കിലും മുഖ്യമന്ത്രി ബിഷപ്പിനെ അങ്ങനെ വിവരദോഷി എന്ന് വിളിച്ചത് അങ്ങേയറ്റം കടന്നകയായി പോയി. നമ്മുടെ ക്യാമ്പിലുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ്, കുറച്ചുകൂടി സംയമനത്തോടെ പെരുമാറണമായിരുന്നു. തിരുത്താൻ ആരെങ്കിലും ധൈര്യം ഉണ്ടായോ? അതിനാണ് ഞാൻ ആന്തരിക കരുത്തെന്ന് പറഞ്ഞത് സാർ. ഞാൻ പറഞ്ഞു വന്നത് അതിലേക്ക് തന്നെയാണ്. പഴയതെല്ലാം മാസം ഇന്നത്തെ വളരെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ശരിയായി പറഞ്ഞാൽ മാർത്തിയനല്ല. അത് നിങ്ങൾ ഇന്നിപ്പുള്ള ആളുകളെ മോശക്കാരാക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ പഴയവരെ മരിച്ചുപോയവരെ മഹാന്മാരെന്ന് പറയുന്നു. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരും നിങ്ങൾക്ക് മഹാന്മാരായി തീരും. എപ്പോ ഇവര് മരിക്കണം. അപ്പോ അന്നത്തെ ഇടതുപക്ഷ നേതൃത്വത്തെ മോശക്കാരാക്കാൻ നിങ്ങൾ ഈ കാലത്തെ മഹാന്മാരാക്കും. നിങ്ങൾ നോക്കൂ, ഇവിടെ പിതാവിനെ വിവരദോഷി എന്ന് വിളിച്ചത് ശരിയല്ല എന്ന് മുസ്തഫയെങ്കിലും പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തി. ആ പ്രതികരണത്തോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നടത്തി. അത് രണ്ടുപേരും അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഇങ്ങനെ തികഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ അവസാനിക്കുന്നതാണോ സാർ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ അവസാനിക്കുന്നതാണോ? ഒരു ബിഷപ്പിനെ കയറി ഇപ്പം ബിഷപ്പ് പറയുന്നത് ഇതിനെക്കുറിച്ച് വിയോജിപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് എത്ര മനോഹരമായ ഭാഷയിൽ ആ വിയോജിപ്പ് പറയാം. ഒന്നുപോലെ ഒരു ബിഷപ്പല്ലേ സാർ ആ പക്ഷത്ത് നിൽക്കുന്ന അദ്ദേഹത്തെ വിവരദോഷി എന്ന് വിളിച്ചിട്ട് അത് തെറ്റിപ്പോയി എന്ന് ആരെങ്കിലും ഒരു വാക്ക് പുറത്തു പറയുന്നുണ്ടോ? അതുകൊണ്ടാണ് ആന്തരിക കരുത്തില്ല എന്ന് ഉള്ള വിലയിരുത്തലിലേക്ക് ആളുകൾ എത്തുന്നത്. അല്ലാതെ പോയ സിബിനെ അത് കമ്പയർ ചെയ്യുന്നതല്ല. പോയ കാലത്താണെങ്കിൽ പറയാൻ ആളുണ്ട് സാർ. ഇനി VS ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ VS പറഞ്ഞേനെ സാർ, അത് പറയരുതായിരുന്നു പറയുന്നേ. ആരെങ്കിലും ഒരാൾ പറ, ഒരാളെങ്കിലും എഴുന്നേറ്റ് പറ, മുഖ്യമന്ത്രി നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ്, അയാളെ അങ്ങനെ പറഞ്ഞുകൂടാ എന്ന് ഒരാളെങ്കിലും ഒന്ന് പറ, വാ തുറന്ന്. പോയ കാലത്തും പറയേണ്ട സ്ഥലങ്ങളിലെല്ലാം മാത്രമേ പോയ കാലത്തെ നേതാക്കളും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എല്ലായിടത്തും കയറി പറഞ്ഞിട്ടില്ല. ഇവിടെയും ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ യോജിപ്പും വിയോജിപ്പും ഉള്ളവർ CPI-നുണ്ടാകും. താങ്കൾ പറഞ്ഞല്ലോ ആന്തരികമായ ഇതിന്റെ ജനാധിപത്യത്തെ കുറിച്ചിട്ട്. ആ ജനാധിപത്യം ഇപ്പോഴും ഉൾപാർട്ടി ജനാധിപത്യം നിലനിൽക്കുന്ന പാർട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം പോലുള്ളവർ വലിയ നിലയിൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും ഈ പാർട്ടി ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ഈ പാർട്ടിയുടെ ഉൾക്കരുത്തുകൊണ്ട് അതിന്റെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ശക്തി കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ പിണറായിയെ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടതുപക്ഷം ഏതാണ് വലതുപക്ഷം ഏതാണ് ഇന്നലെ ബന്ധം എന്താണെന്ന് അറിയാത്ത ദശാംശം 1 അല്ലെങ്കിൽ 0.001% എന്ന് പറയുന്ന അങ്ങേയറ്റം എന്താണ് അടിമ മനോഭാവം ഉള്ളവരല്ലാതെ ബാക്കി 99% ആളുകളും എന്താ വിശ്വസിക്കുന്നു, കരുതുന്നു. കൂർലോസ് പിതാവിനെ വിളിക്കാൻ പാടില്ലാത്ത വാക്കാണ് വിളിച്ചത്. ശ്രീ മുസ്തഫ അന്നെങ്കിലും പരോക്ഷമായെങ്കിലും പറയുമോ മുഖ്യമന്ത്രി അത് പറഞ്ഞ് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്ക് പറയൂല, അതല്ലേ ഇങ്ങനെ പറയുന്നേ. തർക്കമാക്കരുതില്ല, അങ്ങനെയൊന്നും ഒന്നും സംഭവിക്കില്ല. കാരണം എനിക്കെന്റെ പാർട്ടി വേദിയുണ്ട്. എനിക്കെന്റെ പാർട്ടി നേതൃത്വത്തെയോ ആ പാർട്ടി നേതൃത്വത്തിന്റെ സമീപനത്തെയോ വിമർശിക്കണമെങ്കിൽ ആ പാർട്ടി വേദിയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ തൃശൂർ DCC ഓഫീസിൽ കണ്ടതുപോലെ കൂട്ടത്തല്ല് നടത്തിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചിട്ട് എന്നിട്ട് ആശുപത്രിയിൽ കിടക്കേണ്ട പോലീസ് കേസ് ഉണ്ടാക്കിയിട്ട് അത് ജനാധിപത്യം, അതിന് കോൺഗ്രസിന്റെ പാർട്ടി കരുത്ത് എന്ന് പറയുന്ന അരാജകത്വമല്ല CPM-നുള്ളത്. CPM-നകത്ത് എവിടെയാണ് ആ
പാർട്ടിയോട് പറയാനുള്ളത് ശരി, താങ്കൾ വളരെ കൃത്യമാണ്. താങ്കളുടെ വേദിയിൽ ഇത് പറയുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്കളെ പോലെ എന്താണ് മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യൻ ഉറപ്പായും താങ്കൾ പറയേണ്ട വേദിയിൽ അത് പറയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തെ കുറിച്ച് കോൺഗ്രസ് പബ്ലിക്കായിട്ട് പരിഹാസമാണെന്നുകൂടി താങ്കൾ ആ വേദിയിൽ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അവിടെ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി പറയാൻ ആളില്ലെങ്കിൽ, അവിടെ ആ ജനാധിപത്യ പ്രശ്നമുണ്ടെങ്കിൽ, ചാമക്കാല നിങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യം കൂടുതലിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഈ അടിയിലേക്ക് എത്താതിരുന്നത്, അവിടെ തൃശ്ശൂർ അടിയിലേക്ക് എത്താതിരുന്നത്, കയ്യാങ്കളുടെ വക്കത്ത് എത്താതിരുന്നത് അടിയുള്ള മറുപക്ഷങ്ങൾ ഇല്ലാതിരുന്നതുകൊണ്ടാണ്. ചാമക്കാല, അപ്പോ ഒരു പൊടിക്കുള്ള ജനാധിപത്യം നിങ്ങളുടെ പാർട്ടി കുറയ്ക്കാം. സത്യോ അതല്ല കാശ്മീർ, ഈ രണ്ട് വിഷയത്തെയും നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ CPM-ന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ കുറിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ചൊക്കെ ചോദിക്കുമ്പോൾ നീ കണ്ടില്ലേ തൃശ്ശൂരിൽ അടി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതും പറയണല്ലോ. മുസ്തഫ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. DPP മുസ്തഫയോട് താങ്കൾ ചോദിച്ചു പരസ്യമായി മാർ കൂർലോസ് തിരുമേനിയോട് മുഖ്യമന്ത്രി മാർ കൂർലോസ് തിരുമേനിക്കെതിരായി ഉപയോഗിച്ച വാക്കിനെ നിങ്ങൾ തള്ളി പറയുമോ? ഹാഷ്മി, അങ്ങനെ ശ്രീ VPP മുസ്തഫ ഇവിടെ പറഞ്ഞാൽ മാർ കൂർലോസ് തിരുമേനിയെ എന്താ പറഞ്ഞത്, െതിരായി ഉപയോഗിച്ച വാക്ക് വിവരദോഷി എന്നാണെങ്കിൽ VPP മുസ്തഫ കേൾക്കേണ്ടി വരുന്നത് എന്താണെന്ന് താങ്കൾക്കറിയാമോ? അല്ല ചാമക്കാല, ഇത് പ്രശ്നം പാർട്ടികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ പാർട്ടിയിൽ നടക്കുന്ന, തൃശ്ശൂരിൽ നടക്കുന്ന അവിടെ നേതൃത്വത്തോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് നേരിട്ട് പോയി കയ്യാങ്ങളുടെ ഭാഷയിൽ തന്നെ പറയുകയാണ്. ഇപ്പൊ മുസ്തഫ പറയുന്നു എനിക്ക് എന്റെ പാർട്ടി വേദിയുണ്ട്, ആ പാർട്ടി വേദിയിൽ ഞാൻ പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞാൽ മുസ്തഫയ്ക്ക് ആ പരാമർശത്തോട് വിയോജിപ്പാണെന്നല്ലേ ചാമക്കാല? ഞാൻ അതിലേക്ക് വരാം. ഇനി തൃശ്ശൂരിലേക്ക് വരാം. നോക്കൂ, ഞങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ 18 സീറ്റിലും വിജയിച്ചിരിക്കുന്നു. 2 സീറ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ തൃശ്ശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ട് ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി തന്നെ പരസ്യമായി അതിനെ വീഴ്ചകളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നോക്കൂ, നമ്മുടെ റിസൾട്ട് വന്നത് 4-ാം തീയതിയാണ്. ഇന്ന് നമ്മളിപ്പോ ഈ ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ ഇന്ന് തീയതി 10-ാം തീയതിയാണ്. ഒരാഴ്ചക്കുള്ളിൽ ആ DCC പ്രസിഡന്റിനെയും അവിടുത്തെ UDF ചെയർമാനോടും രാജിവെക്കാൻ പറയുകയും 2 പേരും രാജിവെക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകിയ 2 പേരെ സസ്പെൻഡ് ചെയ്യുകയും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീ KC ജോസഫ്, ശ്രീ T സിദ്ദിഖ്, അതുപോലെ തന്നെ ശ്രീ R ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സമയബന്ധിതമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിവാദമുണ്ടായ പ്രദേശത്തെ സ്വാഭാവികമായിട്ടും അവിടെ പല പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നിങ്ങൾ നേടിയ 18 സീറ്റിന്റെയും ശോഭ കെടുത്തിക്കളയുന്ന തരത്തിലായിരുന്നു തൃശ്ശൂരെ പരാജയം എന്ന് പറഞ്ഞാൽ അവിടെ BJP ഇവിടെ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ BJPക്ക് അവിടെ കോഴിമുട്ട കിട്ടുമ്പോൾ തലേദിവസം പറഞ്ഞ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. വലിയ വിഷയത്തിൽ ഒരുപക്ഷെ 18-ന്റെ വലിയ വിജയത്തിന്റെ ശോഭ ഒരൊറ്റ സീറ്റിൽ പോയി ചാമക്കാലം. അല്ല, അത് താങ്കളുടെ വിലയിരുത്തൽ. അപ്പോൾ 18 MP തോറ്റു എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് 18 MP വിജയിപ്പിച്ചിട്ടുണ്ട്. ഒരു MP, 2 പാർലമെന്റ് സെഗ്മെന്റിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു അസംബ്ലി സെഗ്മെന്റിനെ സംബന്ധിച്ച് പരാതി തുടർന്നിട്ടുണ്ട്. അത് പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് കയ്യാങ്കളിയുടെ വക്കോളമെത്തിയത് ശരിയാണ്. അവിടെ കൃത്യമായി പാർട്ടി ഇടപെടുകയും പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഇടപെടുകയും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഡൽഹിയിലായിരുന്നിട്ട് പോലും അവിടേക്ക് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരെ വിളിച്ചു വരുത്തുകയും അവിടെ തന്നെ തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ ജില്ലാ പ്രസിഡന്റിനോടും UDFന്റെ ജില്ലാ ചെയർമാനോടും പറയുകയും അവർ ഇന്ന് തൃശ്ശൂരിൽ വന്ന് ഭാരവാഹികളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഞങ്ങൾ രാജിവെക്കുകയാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പറയുകയും ചെയ്തില്ലേ ഹാഷ്മി? ഇതിനപ്പുറം ജനാധിപത്യം എന്താണ് അവിടെ നടപ്പാക്കേണ്ടത്? ഇനി അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ വെച്ചില്ലേ ഹാഷ്മി? അതേ സംബന്ധിച്ച് പരസ്യ പ്രതികരണം നടത്തി 2 പേർക്കെതിരെ നടത്തി നടപടികളിലേക്ക് പോയി ഹാഷ്മി.
അത് വേറെ വിഷയം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ മനോനിലയെ സംബന്ധിച്ചാണ് നമ്മൾ സംശയിക്കേണ്ടത്. അദ്ദേഹം യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തെ എങ്ങനെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയമായും സാമൂഹ്യമായും CPM പരാജയപ്പെട്ടിരിക്കുകയാണ്, LDF പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എടുത്തു പറയുന്നു, രാഷ്ട്രീയമായും സാമൂഹ്യമായും പരാജയപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലൊരു പരാജയത്തിലേക്ക് എത്തിപ്പെട്ടത് CPM-ന്റെ രാഷ്ട്രീയമായ നിലപാടുകൾ മൂലമാണ്. അവരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോയിരിക്കുന്നു. അവർ ഏതൊക്കെ വിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടിയാണോ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചോ അതൊക്കെ മനസ്സിലാകുന്നവരാണ് ആ വിഭാഗത്തിലുള്ളവർ എന്ന് പോലും CPM-ന്റെ നേതാക്കന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ വിഭാഗത്തിലുള്ളവർ പോലും യഥാർത്ഥ രീതിയിൽ ചിന്തിക്കുകയും അവരൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഉത്തരത്തിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല, കക്ഷത്തിൽ നിന്ന് പോവുകയും ചെയ്തു എന്നാണ് CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ശരി നോക്കൂ, ഇവിടെ നമ്മൾ പൂർവികരെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നമ്മൾ ഇതൊന്നും പറയാൻ അല്ലല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് തത്തുല്യമായ സമയം തന്നെ നമ്മൾ EMS ഇവിടെ ഉണ്ടായിരുന്നു, AKG ഉണ്ടായിരുന്നു, P. കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു, EK നായനാർ ഉണ്ടായിരുന്നു, ഈവൻ PS അച്യുതാനന്ദൻ വരെ ഉണ്ടായിരുന്നു. അവരുടെ ഒക്കെ കാലത്ത് രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. ഇവിടെ മുഖ്യമന്ത്രിയെ തിരുത്താൻ ആരുമില്ലേ എന്ന ചോദ്യത്തിന് ആരും ഉത്തരം നൽകുന്നില്ല. രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ഒരു DYFI നേതാവ് പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തിന്റെ CPM-ഉം സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വവും പോയിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്, എന്താ പറയുന്നത്, പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെ CPM-നെ സംബന്ധിച്ച് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു നിൽക്കുന്നത് ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആരോ ആകട്ടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ നിയന്ത്രിക്കാൻ പാർട്ടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോ പാർട്ടിയെയും ഭരണത്തെയും നിയന്ത്രിക്കുന്നത് ഒരാളിലേക്ക് എത്തിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരാളിലേക്ക് എത്തിപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്, അതെന്ന് പറയുന്നത് ഏകാധിപത്യമാണ്. ആ ഏകാധിപത്യത്തിലേക്ക് പാർട്ടിയും സർക്കാരും എത്തിപ്പെട്ടതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള റിസൾട്ട്. നോക്കൂ, പലപ്പോഴും ഘടകകക്ഷികൾ CPM-ന്റെ അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ച് പലപ്പോഴും ഘടകകക്ഷികൾ എതിർശക്തി ആയിരുന്നിട്ടുണ്ട്. CPI നമുക്ക് പലപ്പോഴും എടുത്തു പറയേണ്ടി വന്നിട്ടുണ്ട്. ആ CPI-യുടെ ഉന്നതരായ ആദരണീയരായ നേതാക്കന്മാരിൽ തുടങ്ങി ഏറ്റവും അവസാനം CK ചന്ദ്രപ്പൻ വരെയുള്ള നേതാക്കന്മാർ അവർ കൃത്യമായും LDF-നകത്ത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നീതിക്ക് നിരക്കാത്തത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ എതിർത്തിട്ടുണ്ട്. ഇപ്പോഴോ ശ്രീ കാനം രാജേന്ദ്രനിൽ തുടങ്ങി പിന്നിക്കോട്ട് CPI-ക്കാരെ സംബന്ധിച്ച് അവരും അടിമകളായി മാറിയിരിക്കുന്നു. അവരുടെ മന്ത്രിമാർ അവർക്ക് ഇപ്പോൾ കുറെ ആളുകൾ പറയുന്നുണ്ട് CPI-യുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയിലെ യോഗത്തിലെല്ലാം മുഖ്യമന്ത്രി മാറണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്ത് അവകാശം അവർക്ക് പറയാൻ? അവരും ഈ മുഖ്യമന്ത്രി ചെയ്ത കൊള്ളരുതായ്മകൾക്കെല്ലാം കൂട്ടുന്നവരല്ലേ? ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ ഹാഷ്മി, ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ ലോകായുക്തയുടെ ചിറ കഴിയാൻ ശ്രമിച്ചപ്പോൾ ലോകായുക്തയുടെ ഈ നിയമം സെക്ഷൻ 14 അത് കൊണ്ടുവന്നത് അഡോപ്റ്റ് ചെയ്തത് ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന CPI-യുടെ പരമോന്നതരായ നേതാവായിരുന്നു. ഏതായാലും CPI-യുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ ആലപ്പുഴ ജില്ലാ കൗൺസിലൊക്കെ പിണറായിക്കെതിരെ നേർക്കുന്ന വിമർശനം ഉണ്ടാവുന്നുണ്ട്. ഞാൻ അങ്ങനെ കേട്ടാം. സന്ദീപിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നിപ്പോ മുൻ കേന്ദ്രമന്ത്രി CV മുരളീധരന്റെ ഒരു പ്രതികരണമാണ് കേരളത്തിൽ നിന്ന്. അതിനു മുമ്പ് ശ്രീ സന്ദീപ് വാര്യർ ഇപ്പോൾ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കുന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാനാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിങ്ങനെ അങ്ങനെ പച്ചയ്ക്ക് പറയണോ എന്ന് പറഞ്ഞാൽ ഈ ജോർജ് കുര്യൻ BJP-യിലേക്ക് വരുന്നത് 80-കളിലാണ്. നിങ്ങളുടെ ABVP-യിലൂടെ, നിങ്ങളുടെ യുവമോർച്ചയിലൂടെ, പാർട്ടിയുടെ ഓരോരോ പദവികളിലൂടെ വന്ന് മറ്റേതൊരു പ്രവർത്തകനെയും പോലെ അദ്ദേഹത്തിന് ഇതുവരെ കിട്ടേണ്ടത് കിട്ടിയോ എന്നാൽ മാത്രമേ സംശയമുള്ളൂ. അങ്ങനെ ഏറ്റവും പക്വതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന് സഹമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ അദ്ദേഹം ക്രൈസ്തവനായതുകൊണ്ട് മാത്രം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇക്കാലം അത്രയുമുള്ള രാഷ്ട്രീയത്തെ റദ്ദാക്കലല്ലേ? അങ്ങനെ പറയാൻ പാടും. എല്ലാവർക്കും കാശ്മീർ വോട്ടുണ്ടല്ലോ. കാശ്മീർ നമ്മൾ എവിടെ നിന്നിട്ട് അതൊക്കെ ചർച്ച ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ ലത്തീൻ കത്തോലിക്കാരുടെ വോട്ട് കിട്ടുമോ കിട്ടില്ലയോ എന്ന ദിവസമുള്ള ചർച്ച നടത്തിയവരല്ലേ നമ്മളൊക്കെ? അതല്ലേ കേരളത്തിലെ രാഷ്ട്രീയം? എറണാകുളത്ത് ഒരു ലത്തീൻ കത്തോലിക്കനല്ലാതെ മറ്റൊരാൾ ജയിക്കും, അല്ലെങ്കിൽ മലപ്പുറത്ത് ഒരു മുസ്ലിം സമുദായക്കാരനല്ലാതെ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കാൻ അവരാരെങ്കിലും തീർച്ചയായും ജയിക്കും. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ജാതിയും മതവും തിരിച്ചല്ലേ സ്ഥാനാർത്ഥികൾ ജയിക്കും. കഴിഞ്ഞ 2 മാസക്കാലമായി മുഴുവൻ ചർച്ചകൾ നടന്നത്. കോട്ടെ BJP മുസ്ലിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നില്ലേ എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ നിരന്തര ചർച്ചയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലോ മറ്റ് പല സ്ഥലങ്ങളിലോ കോൺഗ്രസ് പോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പൊ ആ ചർച്ചയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പല സാഹചര്യങ്ങളും പല നിലപാടുകളും മാറ്റി പറയുകയാണ്. ഇവിടെ ക്രൈസ്തവ സമുദായത്തിലെ തീർച്ചയായിട്ടും
അവരുടെ സമുദായ അംഗമായിട്ടുള്ള ഒരാൾ മന്ത്രിയാവുന്നത്. തീർച്ചയായിട്ടും അവർക്ക് വലിയ അംഗീകാരമാണെന്നുള്ള തർക്കമൊന്നുമില്ല. അങ്ങനെ അല്ലാരുടെ പോലെ ഇന്നലെ വന്ന ആളല്ല, അബ്ദുള്ളക്കുട്ടിയെ പോലെ ഇന്നലെ വന്ന ആളല്ല, അതെ മറ്റു പലരെയും പോലെ ഇന്നലെ വന്ന് കയറിയ ആളല്ല. നിങ്ങളുടെ വോട്ട് സ്വത്താണ്. BJP ഇപ്പോൾ സന്ദീപ്, ഞാൻ ജനിക്കുന്ന 86-ലാണ്. അതിനു മുമ്പ് തന്നെ പാർട്ടിയിൽ പ്രവർത്തനം താങ്കൾ ജോർജ് കുര്യൻ പാർട്ടിയിലേക്ക് വരുമ്പോൾ സന്ദീപ് വേറൊരു പാർട്ടിയിൽ എന്തായാലും ഉണ്ടാവില്ല, അതുറപ്പാണ്. അപ്പം ആ കാലത്ത് വന്ന BJPക്ക് യാതൊരു പ്രോസസ്സും കൽപ്പിച്ചു കൊടുക്കാൻ പോലും കഴിയാത്ത കാലത്ത് പാർട്ടിയിലേക്ക് പ്രവർത്തിച്ചാണ്. പാർട്ടി പ്രവർത്തകർ എന്നുള്ളത് എനിക്ക് കൊടുത്തു. കാര്യം ശരി ഇതൊക്കെയാണെങ്കിൽ പറയേണ്ടതുണ്ടോ? അത് പറയാൻ പാടില്ല. അതേ ക്രൈസ്തവരായതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയല്ല എന്ന് പറയാൻ പാടില്ല. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ പറയാമായിരുന്നു. വി മുരളീധരൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയണമെങ്കിൽ ഒരു ധാർമ്മികത വേണം. ആ ധാർമ്മികത നിങ്ങൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചയിൽ ഏതെങ്കിലും മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയ പ്രോഗ്രാമോ പാർട്ടികൾക്കോ ആ ധാർമ്മികത പറയാൻ സമയത്ത് ഇല്ലല്ലോ. നമ്മളെല്ലാവരും ഇന്ന സ്ഥാനാർത്ഥി ഇന്ന് വരെ ചർച്ചയിൽ നമ്മൾ ഇഴകിയൊരു പരിശോധിച്ച് നോക്കി ഇവിടെയല്ലേ പിന്നെ മതസാമുദായിക നേതാക്കൾ തെരഞ്ഞെടുപ്പ് അഭിപ്രായം പറയുന്നില്ലേ? അതൊക്കെ ഉള്ളതാ. വി മുരളീധരന് മാത്രമായിട്ട് അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല. അതൊക്കെ പറയുന്നത്. പക്ഷേ ഒറ്റയടിക്ക് നമ്മുടെ സാധ്യതയില്ല. അങ്ങനെ പറയാൻ താങ്കൾ പറയുന്നതൊക്കെ ഉള്ളതാണ്. എങ്കിൽ ഈ മുരളീധരൻ മാത്രം അത് പറയേണ്ടതില്ലല്ലോ. നീ അത് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? അത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അത് എടുത്തു പറയുമ്പോഴത്തേക്ക് ജോർജുവിന് പറയേണ്ടി വരികയാണ്. ഞാൻ ക്രൈസ്തവനായതുകൊണ്ട് എനിക്ക് കിട്ടിയ മന്ത്രിസ്ഥാനമല്ല, ഞാൻ എല്ലാവരുടെയും മന്ത്രിയാണ്, എല്ലാവരെയും നോക്കുന്നത് ഉത്തരവാദിത്വമാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരികയല്ലേ സാർ? അങ്ങനെയല്ല. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി എല്ലാവർക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുക. നിങ്ങൾ നേരത്തെ പല പേരുകൾ സൂചിപ്പിച്ചു, പല ആളുകളുടെ പേര് സൂചിപ്പിച്ചു. കേരളത്തിലെ BJPക്കകത്ത് ക്രൈസ്തവ സമുദായാംഗങ്ങളായിട്ടുള്ള നിരവധി നേതാക്കളുണ്ട്. അവരിൽ ജോർജ് കുര്യന് തന്നെ മന്ത്രിസ്ഥാനം കിട്ടാൻ കാരണമായത് തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച ആ സീനിയോറിറ്റിയും 80 മുതൽ തന്നെ BJPയോടൊപ്പം അടിയുറച്ച് നിൽക്കുന്ന ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള കേഡറിന് കൊടുത്തുള്ള അംഗീകാരം തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ അതിൽ അഭിമാനമുണ്ട്. ഇന്ന് രാവിലെ മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഞാൻ ഇക്കാര്യം അദ്ദേഹത്തോട് പറഞ്ഞത് മറ്റ് പല പ്രവർത്തകർക്കും ഒരു മാതൃകയാണ് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റിന് കിട്ടിയിട്ടുള്ള അംഗീകാരമാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ആ അംഗീകാരം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്, ക്രൈസ്തവ സഭകൾക്ക് ഒക്കെ അവർക്ക് കൂടി കിട്ടിയിട്ടുള്ള അംഗീകാരമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കാം. വി മുരളീധരൻ എപ്പോഴും മന്ത്രിയല്ല, അദ്ദേഹം BJP അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ലൈന് പറയാനുള്ള എല്ലാ അർഹതയും കേരളത്തിലുണ്ട്. കേരളത്തിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് മുരളീധരൻ വിമർശിക്കാൻ ഒരു അർഹതയില്ല. വിമർശിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം ആ ധാർമ്മികത പുലർത്തുന്നവരാവണം. ആ ധാർമ്മികത നമ്മൾ ആരും പുലർത്താത്തിടത്തോളം കാലം വി മുരളീധരൻ മാത്രം അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഒന്ന്, ഇവിടെ ശ്രീ VPP മുസ്തഫയോടും ജ്യോതികുമാർ ചാമക്കാലയോട് ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. അതിന് കൂടി ചില മറുപടികൾ പറയട്ടെ. ഇവിടെ VPP മുസ്തഫ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഞങ്ങൾ തോറ്റെങ്കിലും ദേശീയ തലത്തിൽ വന്നിട്ടുള്ള റിസൾട്ട് വളരെ ആവേശം നൽകുന്നതാണ്. CPM-ന് ദേശീയ തലത്തിൽ നൽകിയിട്ടുള്ളത് പറയാം. ബംഗാളിൽ 35 കൊല്ലം ബംഗാളിൽ ഞാനും കേട്ടപ്പോൾ വോട്ട് ശതമാനം എത്രയാ? 5% വോട്ടായിട്ടുള്ളത്. 5%. ഇവിടെ കുട്ടിക്കോഴ്സിലുള്ള ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ലക്ഷക്കണക്കിന് പേർ DYFIയുടെ മീറ്റിംഗിൽ വന്നു. അവിടെ A. റഹീമിന്റെ പ്രസംഗം കേട്ട് അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ കൈയടിച്ചു. ഇതാ ബംഗാളിൽ CPM തിരിച്ചു വരുന്നു എന്ന് ചർച്ച ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ എന്താ പറയാത്തത്? അവിടെ CPM ആകെ ഒരു സീറ്റിലാണ് 2ാം സ്ഥാനത്ത് വന്നത്. ഒറ്റ സീറ്റിലാണ് 2ാം സ്ഥാനത്ത് വന്നത്. 33 സീറ്റിൽ 32 സീറ്റിലും കെട്ടിവെച്ച കാശാണ് അവിടെ പോയത്. 32 സീറ്റിലും അതുപോലെയുള്ള തകർച്ച ബംഗാളിൽ. ഇനി ത്രിപുരയിൽ നിങ്ങൾ 30 വർഷം ഭരിച്ച ത്രിപുരയിൽ ആകെ കിട്ടിയത് 12% വോട്ടാണ്. BJP കിട്ടിയത് 70% വോട്ടാണ്. 70% വോട്ടാണ്. തമിഴ്നാട്ടിൽ BJP മത്സരിച്ചു. അവിടെ BJP ഒരു മുന്നണി ഭാഗത്തിൽ അവിടെ ചെറിയ പാർട്ടികളുമായിട്ട് മുന്നണിയായിരുന്നു. അവിടെ BJP കിട്ടിയിട്ടുള്ള വോട്ട് എത്രയാണ്? അവിടെ NDAക്ക് 19% വോട്ട്. കേരളത്തിൽ നിങ്ങൾ പരിശോധിച്ച് വോട്ടോളം എത്തിക്കഴിഞ്ഞു. ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ഒരു മണ്ഡലത്തിൽ 2ാം സ്ഥാനമാണ്. 2-3 മണ്ഡലങ്ങളിൽ ഞങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള വ്യത്യാസം മാത്രം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തെറ്റ് തിരുത്താനും പരിശോധനയ്ക്കും തയ്യാറുണ്ടെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്താ വെള്ളാപ്പള്ളി പറഞ്ഞത്? എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു എന്നുള്ളതിന്റെ ഉത്തരം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്താ പറഞ്ഞത്? കേരളത്തിലെ CPM മുസ്ലിം മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അവർക്ക് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ട് നഷ്ടപ്പെട്ടത്. നിങ്ങൾ ഇഴകീറി പരിശോധിച്ചോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഓരോ വോട്ടും
Hi. It's coming. Mulberry. Mulberry. Yes, feel free. Yeah. Yeah, sure. So how is the plant looking now? Yeah, it's beautiful. You guys did anything else? No, right? Look at this. You need to draw a picture. Yeah. So it's been painted like throughout the side. Okay. And I have just bought a brand new barbecue machine. It's there. It's there. Yeah. So if you want to put a skewer or something, or when we put a skewer, we'll come. That's the better option. We don't mind. Yeah, sure. But we'll make sure that we buy the halal. Yeah, great, thank you. So still they are working? They are just working on here, right? He's working at the back. Okay. Tomorrow he will be painting, not here, in the back, Uh-huh. this whole area Uh-huh. into a black color aluminium. Okay. That's beautiful.